വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏകദേശം 900 വർഷം പഴക്കമുള്ള ചരിത്രവും അതിമനോഹരമായ ശില്പകലയും ഒട്ടേറെ ദുരൂഹ കഥകളും ഒളിഞ്ഞിരിക്കുന്ന കിരാഡു ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. ഒരു കാലത്ത് മഹത്തായ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ തലയുയർത്തി നിന്നിരുന്നു. കാലത്തിൻ്റെ ആഘാതവും വിദേശ ആക്രമണങ്ങളും അതിജീവിച്ച ഇന്നും ഈ അവശിഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ മഹത്തായ പൗതൃകത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുകയാണ്. ഓരോ കല്ലിലും, ഓരോ തൂണിലും, ഓരോ ശില്പത്തിലും ഒരു ചരിത്രമുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് നിരവധി പ്രാദേശിക വിശ്വാസങ്ങളും ദുരൂഹമായ കഥകളും ഇന്നും പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രം? എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇന്നും ഇവിടെ എത്തുന്നത്? നിങ്ങൾക്കിവിടെ നേരിട്ട് വരാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കിരാഡു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഓരോ വിശേഷങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായും കാണുക. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ ബാർമേർ ജില്ലയിൽ താർ മരുഭൂമിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കിരാഡു ക്ഷേത്ര സമുച്ചയത്തിലാണ്. ജയ്സാൽമേറിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററും ബാർമേർ നഗരത്തിൽ നിന്ന് ഏകദേശം 40-45 കിലോമീറ്ററിനും അകലെയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ പൈതൃക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്ര സമുച്ചയം 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഒരു കാലത്ത് ഇവിടെ 5 മനോഹരമായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രശസ്തവും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടതുമാണ് സോമേശ്വര ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ ചരിത്രവും അതിശയിപ്പിക്കുന്ന ശില്പങ്ങളും ഇന്നും ആളുകളെ ആകർഷിക്കുന്ന വിശേഷങ്ങളുമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിരാഡു ക്ഷേത്ര സമുച്ചയത്തിലെ അതിമനോഹരമായ ശില്പ വൈഭവമാണ്. ഈ തൂണുകളിലെ ഓരോ കൊത്തുപണിയും 900 വർഷങ്ങൾക്ക് മുമ്പുള്ള ശില്പികളുടെ അസാധാരണമായ കരവിരുതിൻ്റെ തെളിവാണ്. ശ്രദ്ധിച്ചാൽ ഓരോ തൂണിനും വ്യത്യസ്തമായ രൂപകൽപ്പനയാണ്. പൂക്കളുടെയും വള്ളികളുടെയും രൂപങ്ങൾ, ദേവപ്രതിമകൾ, അലങ്കാര കൊത്തുപണികൾ എന്നിവ അതിസൂക്ഷ്മതയോടെ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നു. തൂണുകളുടെ മുകൾ ഭാഗത്ത് അലങ്കാരങ്ങൾ നോക്കൂ. ഇതാണ് മാരു ഗുർജർ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ കൊത്തുപണികളുടെ ഭംഗി ഇന്നും അതേപടി. ഇപ്പോൾ നമ്മൾ കിരാഡു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഔദ്യോഗിക വിവരഫലകത്തിന് മുന്നിലാണ്. ഈ ബോർഡിൽ പറയുന്നത് പോലെ 11ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്ര സമുച്ചയം ഒരു കാലത്ത് സമ്പന്നമായ ഒരു നഗരത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് വിദേശ ആക്രമണങ്ങളുടെ കാലത്ത് ഈ പ്രദേശം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു. ഇനി നമുക്ക് മറ്റൊരു മനോഹരമായ ക്ഷേത്രം കാണാം. നൂറ്റാണ്ടുകളായി മഴയും വെയിലും കാറ്റും എല്ലാം നേരിട്ടും ഈ ക്ഷേത്രങ്ങൾ ഇന്നും എത്ര മനോഹരമായാണ് നിലകൊള്ളുന്നത്. ഇവിടെ എത്തുമ്പോൾ ഒരു ക്ഷേത്രം മാത്രം കാണുന്നതല്ല, ചരിത്രത്തിൻ്റെ ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് യാത്ര ചെയ്തതുപോലുള്ള ഒരു അനുഭവമാണ്. ചുറ്റുമുള്ള പ്രകൃതിയും ഈ പുരാതന ശില്പങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ശാന്തതയാണ്. ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും എത്ര മഹത്തരമാണെന്ന് ഓരോ നിമിഷവും നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലും തൂണുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ശില്പങ്ങളാണ്. ദേവതകളുടെ രൂപങ്ങളും നർത്തകിമാരും അലങ്കാര രൂപങ്ങളും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ശില്പങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ശില്പങ്ങളുടെയും കൃത്യമായ തിരിച്ചറിയൽ ഇന്ന് ലഭ്യമല്ല. എന്നിരുന്നാലും ഓരോ ശില്പവും അന്നത്തെ കലാകാരന്മാരുടെ അസാധാരണമായ കഴിവിൻ്റെ തെളിവാണ്. ഇത്രയും മഴയും കാറ്റുമൊക്കെ ഏറ്റിട്ടും അതിനൊന്നും ഒരു മങ്ങലും പറ്റിയിട്ടേയില്ല. സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കഥകളാണ് കൊത്തി വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലത്തെ
അവിടെ ഒന്ന് പോകണം എനിക്ക് ആഗ്രഹം. അത് നേരി കാണണം ആഗ്രഹമുണ്ട്. ഇതും അതൊക്കെ തന്നെയാണ് കേട്ടോ. അതെ കണ്ടോ, വേറെ ആളെന്തോ ചെയ്യുന്നു, ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ട്. ഉണ്ടാവുമോ? പിന്നെ അതിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ കുറേ നടക്കാനും ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി നമ്മൾ എത്തി. അപ്പോഴത്തേക്കിനൊരു 4 മണിയൊക്കെ ആയി. പക്ഷെ എന്നിട്ടും നല്ല വെയിലായിരുന്നു. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് കിരാഡു ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അവശേഷിക്കുന്ന ഈ മണ്ഡപത്തിലെ തൂണുകൾ മാത്രം നോക്കിയാൽ ഒരു കാലത്ത് ഈ ക്ഷേത്രം എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ തൂണുകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കൂ. താഴെ ഭാഗങ്ങളിൽ മനോഹരമായ ശ്രീരൂപങ്ങളും മുകളിലേക്ക് പോകുമ്പോൾ വിവിധ രൂപങ്ങളും അലങ്കാര ശില്പങ്ങളും കാണാം. ചില ശില്പങ്ങളിൽ കാർത്തികേയൻ, നൃത്തം ചെയ്യുന്ന ശിവൻ, ഗണേശൻ, സൂര്യൻ തുടങ്ങിയ രൂപങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് പ്രധാന വിഗ്രഹം കാണാനില്ല. പക്ഷേ ഈ കല്ലുകളിൽ അവശേഷിക്കുന്ന ശില്പങ്ങൾ മാത്രം നോക്കിയാൽ ഒരു കാലത്ത് ഇവിടെ നടന്നിരുന്ന ആരാധനയും കലാസംസ്കാര ജീവിതവും എത്ര സമ്പന്നമായിരുന്നിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ തകർന്ന തൂണുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ പോലും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ തിരിച്ചു പോയതുപോലെയാണ് തോന്നുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഒരു തൂണും മറ്റൊന്നിനെ പോലെയല്ല. തൂണുകളുടെ അടിഭാഗം മുതൽ മുകളിലേക്കും അതിനടിയിലെ ചുവരുകളിലും വളരെ സൂക്ഷ്മമായ കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യരൂപങ്ങൾ, ദേവരൂപങ്ങൾ, അലങ്കാര രൂപങ്ങൾ, പൂക്കളും വള്ളികളും ഉൾപ്പെടെയുള്ള വിവിധ ശില്പങ്ങൾ ഓരോ ഭാഗത്തും കാണാം. പ്രത്യേകിച്ച് ഈ തൂണുകളുടെ മുകൾ ഭാഗത്ത് കൊത്തുപണികൾ എത്ര സങ്കീർണമാണെന്ന് നോക്കൂ. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവശേഷിക്കുന്ന ഈ ശില്പങ്ങൾ മാത്രം നോക്കിയാൽ ഒരു കാലത്ത് ഈ ക്ഷേത്രം എത്ര സമ്പന്നമായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാടിൻ്റെ നടുവിലൂടെ നടക്കുമ്പോൾ ചുറ്റും കേൾക്കുന്ന പക്ഷികളുടെ മധുരമായ ശബ്ദവും ഇടയ്ക്കിടെ കേൾക്കുന്ന മയിലുകളുടെ ശബ്ദവും പുരാതന ക്ഷേത്രങ്ങളുടെ ഈ കാഴ്ചയോടൊപ്പം ചേരുമ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാത്തൊരനുഭവമാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു പഴയ ക്ഷേത്രം കാണുകയാണെന്ന് തോന്നുന്നതിനപ്പുറം പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും
നടുവിലൂടെ മറ്റൊരു കാലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. Dancers, musicians, showcasing the skill of the craftsman of the അതിൻ്റെ അടുത്ത് തന്നെയാണ് ശിവ ടെമ്പിൾ. പൊട്ടിപ്പോയതൊന്നും കളയാതെ കൊണ്ടു വെച്ചേക്കാം. കൂട്ടിയിട്ട് ഇങ്ങനെ വരാൻ യോജിപ്പിച്ചിട്ട് നിങ്ങൾ തലയൊന്നും ഇല്ല, തല പൊട്ടിപ്പോയി. എത്ര വർഷങ്ങളാണ് പണ്ടത്തെ രാജാക്കന്മാരെ ഇത് ചോദിച്ചു വെച്ചിട്ടുണ്ട്. कोई प्रॉब्लम है देखो ये आज जलाया है लोरिया ने पूरी होगा इतना पुराना है बहुत पुराना स्टूडेंट्स के लिए अच्छा है. എന്താ ഹണി കോംബോ പോലെ പണിത് വെച്ചിരിക്കുന്നുണ്ടോ മുകളിൽ? ഹണി കോംബോ പോലെ ഉപ്പ് ഭയങ്കര ഉപ്പ് बहुत अच्छा है देख रही फोटो ഉണ്ടല്ലോ ഒരു ഫോട്ടോ എവിടെ നിന്നുണ്ട് ഫോട്ടോ यहीं खड़ी हो देखना है ना ये तो इनको इधर जाना फिर जैसे ഓ വാവ്. അങ്ങനെ നമ്മൾ വിഷ്ണുക്ഷേത്രവും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗം കാണാൻ പോവാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കിരാഡുവിലെ സോമേശ്വര ക്ഷേത്രത്തിൻ്റെ മനോഹരമായ മണ്ഡപ ഭാഗമാണെന്ന് പറയാം. സോമേശ്വര ക്ഷേത്രം കിരാഡുവിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട ക്ഷേത്രമാണ്. അതിൻ്റെ മണ്ഡപത്തിലെ തൂണുകൾ 8 ഭാഗങ്ങളായി ക്രമീകരിക്കുന്നതും വളരെ സമൃദ്ധമായ കൊത്തുപണികളുള്ളതുമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയും ഓരോ തൂണിലും കൊത്തുപണികൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് എന്താണെന്നൊന്നും കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ കല്ലുകളിൽ കൊത്തിവച്ചിരിക്കുന്ന പുരാതന എഴുത്തുകൾ. ഇവ സംസ്കൃതത്തിലുള്ള ശിലാലിഖിതങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ എഴുത്തുകൾ അന്നത്തെ ചരിത്രത്തിൻ്റെയും ഭരണകാലത്തിൻ്റെയും പ്രധാന തെളിവുകളാണ്. ക്ഷേത്രത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു വലിയ മയിലിനെ കണ്ടത്. പുരാതന ക്ഷേത്രങ്ങളും ചുറ്റുമുള്ള പ്രകൃതിയും അതിനിടയിൽ ഈ മനോഹരമായ മയിലും ശരിക്കും മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം തന്ന അനുഭവമായിരുന്നു. ഇനി നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾക്ക് കുറച്ചു വേദനയുണ്ട്. ഒരു കാലത്ത് മനോഹരമായിരുന്ന ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഇന്ന് പൊട്ടിച്ചിതറിയ നിലയിൽ അവിടെ ഇവിടെയായി കിടക്കുന്നത് കാണാം. ഇത്രയും മനോഹരമായ കലാസൃഷ്ടികൾക്ക് സംഭവിച്ച ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നിപ്പോവും. എന്നിരുന്നാലും അവശേഷിക്കുന്ന ഓരോ കല്ലും ആ മഹത്തായ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. ഇത്രയും നേരം നടന്ന ക്ഷേത്രങ്ങളെല്ലാം കണ്ടതോടെ ഞങ്ങൾക്ക് നല്ല ക്ഷീണം തോന്നി.
നല്ല വെയിലും ഉണ്ടായിരുന്നതിനാൽ ഇനി കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഇരുന്ന് ഈ മനോഹരമായ കാഴ്ചകളും ചുറ്റുമുള്ള പ്രകൃതിയും ആസ്വദിച്ചു. കിരാടുവിൻ്റെ ചുറ്റുപാടിൽ കാട്ടുചെടികളും മുള്ളുള്ള സസ്യങ്ങളും നമ്മളെ കള്ളിമുള്ളി ചെടികളാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇത് വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം കൂടുതൽ പിടിച്ചു നിർത്താൻ വേണ്ടി ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കള്ളിമുള്ളി ചെടികളുടെ ഇടയിൽ കൂടി കാട്ടുചെടികൾക്കിടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പ്രകൃതിയുടെ നടുവിലൂടെ കുറച്ചു ദൂരം നടന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് കടക്കാം. ഫുള്ള് വലിയ വലിയ മുള്ളിച്ചെടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ടൈപ്പല്ല, പിന്നെ പ്രത്യേകതരമാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ഷേത്രം കാണാം. ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. ക്ഷേത്രത്തിൻ്റെ അരികിലൂടെ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ ഈ പുരാതന ക്ഷേത്രത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റുമുള്ള പ്രകൃതിയും ഈ സ്വർണ്ണ നിറമുള്ള വെളിച്ചവും ചേർന്നപ്പോൾ ആ നിമിഷം ക്യാമറയെ പുറത്തത് പോകാൻ തോന്നിയേയില്ല. അത്ര ഭംഗി. ഏതും ആ യെല്ലോ കളറിലെ പിന്നെ കല്ലുകളാകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ്. ഗോൾഡൻ ആണ് ഫുള്ളും ടെമ്പിളിൻ്റെ കല്ലുകൾ. ഇവിടുത്തെ പ്രത്യേകതരം കല്ലും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് സ്റ്റാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലും കൊണ്ടാണ്, മണൽക്കല്ല്. ഇത് ശരിക്കും യെല്ലോയിഷ് കളറാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ ഈ ക്ഷേത്രം ഗോൾഡൻ കളറിൽ നല്ലപോലെ തിളങ്ങുന്നത് കാണാൻ പറ്റും. ഈ പടികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒന്ന് നോക്കൂ. ഇരുവശത്തും മനോഹരമായ കൊത്തുപണികളുള്ള തൂണുകൾ. പല തൂണുകളും ഇന്ന് പൊട്ടിപ്പോയ അവസ്ഥയിലാണെങ്കിലും അവയിൽ കാണുന്ന കലയുടെ ഭംഗി ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ തൂണുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ലോകത്തിലേക്ക് കടന്നുപോയതുപോലെ തോന്നും. കുറച്ചു നേരം ഇവിടെ നിന്നപ്പോൾ ഈ കാഴ്ച ആസ്വദിക്കാൻ പോകാൻ തോന്നിയില്ല. അത്ര ഭംഗിയായിരുന്നു കാണാൻ. മുകളിൽ നീലാകാശവും പൊൻവെയിലായി പകരുന്ന സൂര്യനും ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ പ്രകൃതിയും ചരിത്രവും ചേർന്ന് വരച്ചു വെച്ചൊരു മനോഹരമായ ചിത്രത്തിനുള്ളിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ചില കാഴ്ചകൾ കണ്ടു തീർക്കാനുള്ളതല്ല, മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്രഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് കാഴ്ചകളും കഥകളും ഓർമ്മകളും നമ്മോടൊപ്പം ചേർന്നു. ഇതുപോലെ നമ്മുടെ നാടിൻ്റെ മറഞ്ഞുകിടക്കുന്ന ചരിത്രങ്ങളും അതിൻ്റെ പിന്നിലെ കഥകളും ഇനി നിങ്ങളിലേക്ക് എത്തിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ യാത്ര? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യണേ. കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു മനോഹരമായ യാത്രയുമായി കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ബൈ, സീ യു. इसमें शर्त है ना, जैसे एक ये सामने वाली फौज अच्छी आ रही है वाली